ചൊരിയൂ പരിശുദ്ധാത്മാവേ. നിത്യമഹത്വം നീ, നിസ്തുല സ്നേഹം നീ, സ്വർഗസ്ഥാനപതി സർവചരാധിപതി, വിശ്വസ്നേഹനിധി ത്യാഗമതി, നിത്യപ്രാർത്ഥനയിൽ ദിവ്യകടാക്ഷം നീ. ധന്യസഭാഗുരുവേ കൃപ ചൊരിയൂ, ധന്യസഭാഗുരുവേ കൃപ ചൊരിയൂ, ധന്യസഭാഗുരുവേ കൃപ ചൊരിയൂ. എത്ര വളർന്നാലും ദൈവമേ, ഞാനെന്നും അങ്ങേക്കു പൈതൽ. എത്ര വളർന്നാലും ദൈവമേ, ഞാനെന്നും അങ്ങേക്കു പൈതൽ. കൂടെ നടക്കുന്നു പകലിൽ, കൂട്ടിനിരിക്കുന്നു ഇരുളിൽ. കൂടെ നടക്കുന്നു പകലിൽ, കൂട്ടിനിരിക്കുന്നു ഇരുളിൽ. എത്ര വളർന്നാലും ദൈവമേ, ഞാനെന്നും അങ്ങേക്കു പൈതൽ.
യേശുവൻ ജീവനിൽ എന്നുമെന്നും കാവലാകണേ. ഓ സ്നേഹിതന മാർഗദീപമേ, ഓ ജീവിതത്തിൻ ശാന്തി ദൂതുമാ. സ്നേഹത്തിൻ നാഥനായി യേശുവൻ ജീവനിൽ എന്നുമെന്നും കാവലാകണേ. ഓ സ്നേഹിതന മാർഗദീപമേ, ഓ ജീവിതത്തിൻ ശാന്തി ദൂതുമാ. യേശുവിൻ നാമം പൂജിത നാമം ഏറ്റുപാടിടാ. നന്മൊഴി ചൊല്ലാൻ നന്മകൾ ചെയ്യാൻ വേഗം പോയിടാ. യേശുവിൻ നാമം പൂജിത നാമം ഏറ്റുപാടിടാ. നന്മൊഴി ചൊല്ലാൻ നന്മകൾ ചെയ്യാൻ വേഗം പോയിടാ. സ്നേഹത്തിൻ നാഥനായി യേശുവൻ ജീവനിൽ എന്നുമെന്നും കാവലാകണേ. ഓ സ്നേഹിതന മാർഗദീപമേ. ആകുലനായി തേങ്ങിടുമ്പോൾ ആശകളിൽ നീറിടുമ്പോൾ ആശ്രയമായി നാഥനില്ലേ കൈ താങ്ങുമായി. ആകുലനായി തേങ്ങിടുമ്പോൾ ആശകളിൽ നീറിടുമ്പോൾ ആശ്രയമായി നാഥനില്ലേ കൈ താങ്ങുമായി. അഴലുകളിൽ നീ അമൃതം ചൊരിയും അനുഗ്രഹമഴയായി മുകിലായി അണയും. ചാരേ വന്നു സ്നേഹം തന്നു നെഞ്ചിൽ ചേർത്തിടും. സ്നേഹത്തിൻ നാഥനായി യേശുവൻ ജീവനിൽ എന്നുമെന്നും കാവലാകണേ. ഓ സ്നേഹിതന മാർഗദീപമേ, ഓ ജീവിതത്തിൻ ശാന്തി ദൂതുമാ. സ്നേഹത്തിൻ നാഥനായി യേശുവൻ ജീവനിൽ എന്നുമെന്നും കാവലാകണേ. ഓ സ്നേഹിതന മാർഗദീപമേ, ഓ ജീവിതത്തിൻ ശാന്തി ദൂതുമാ. കിന്നരവും വീണയുമായി തമ്പുരുവും താളവുമായി കീർത്തനങ്ങൾ പാടിയതാ വന്നിടുന്നു. കിന്നരവും വീണയുമായി തമ്പുരുവും താളവുമായി കീർത്തനങ്ങൾ പാടിയതാ വന്നിടുന്നു. കരളിലെ മോഹം കവിതകളാകും കനവുകളിൽ ഞാൻ നിറവുകൾ തേടും. പാരിൽ വന്നു ജീവൻ തന്നു മാർഗം നൽകിടും. സ്നേഹത്തിൻ നാഥനായി യേശുവൻ ജീവനിൽ എന്നുമെന്നും കാവലാകണേ. ഓ സ്നേഹിതന മാർഗദീപമേ, ഓ ജീവിതത്തിൻ ശാന്തി ദൂതുമാ. സ്നേഹത്തിൻ നാഥനായി യേശുവൻ ജീവനിൽ എന്നുമെന്നും കാവലാകണേ. ഓ സ്നേഹിതന മാർഗദീപമേ, ഓ ജീവിതത്തിൻ ശാന്തി ദൂതുമാ. യേശുവിൻ നാമം പൂജിത നാമം ഏറ്റുപാടിടാ. നന്മൊഴി ചൊല്ലാൻ നന്മകൾ ചെയ്യാൻ വേഗം പോയിടാ. ദിവ്യജാലങ്ങൾ
പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ കൊച്ചുമകനെ അങ്ങേക്കായി സമർപ്പിച്ച കർത്താവിന്റെ നല്ല മാതാപിതാക്കളെ അങ്ങ് അനുഗ്രഹിക്കുന്നവേ, ആരോഗ്യവും സമാധാനവും സന്തോഷം നൽകി സഹോദരന്മാരും എല്ലാവരെയും നമ്മളെയും എല്ലാവരെയും നമ്മൾ അനുഗ്രഹിക്കണമേ. അവർക്ക് പഠിക്കാൻ പറ്റുകയും സ്വഭാവങ്ങളായി അങ്ങനെ മാർഗത്തിൽ എപ്പോഴും വായനായിട്ടുള്ള അവരെല്ലാവരും ഈ സന്തോഷ ദിനത്തിൽ കുർബാനയ്ക്ക് ചടങ്ങുകൾ പങ്കുചേരുവാൻ പ്രയത്നിക്കുകയാണ്. യാത്രയ്ക്കായി നാളത്തെ എല്ലാ പണിയും വളരെ ഭംഗിയായി നടക്കട്ടെ. കർത്താവങ്ങയുടെ പൗരോഹിത്യത്തിൽ പങ്കുചേരുവാനായിട്ട് ഡീക്കൺ ഷൈജനെ അവിടെ വിളിച്ചു പറയുന്നു. കഴിഞ്ഞ 12 വർഷക്കാലമായി അമ്മകനെ അവിടുന്ന് ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നു. കർത്താവങ്ങയുടെ പൗരോഹിത്യത്തിൽ പങ്കുചേരുമ്പോൾ കർത്താവ് അങ്ങയോട് കൂടി ആയിരിക്കുവാനും അങ്ങയുടെ വിളിക്ക് പ്രതിഷ്ഠ നൽകുവാനും അവനെ അവിടെ അനുഗ്രഹിക്കണമേ. അവൻ്റെ ഓരോ പ്രവർത്തനങ്ങളും ഉദ്യമങ്ങളും അവിടെ ജീവിക്കണമേ, വിശദീകരിക്കണമേ, നടക്കണമേ. കർത്താവെ നാളെ ദിവസത്തെ എല്ലാ ചടങ്ങുകളെയും അവിടുന്ന് കൂടിക്കൊണ്ടുവന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും, ഇപ്പോൾ യാത്രയിലായിരിക്കുന്നവരെയും ആൾക്കാർന്നവരായിരിക്കുന്നവരെയും എല്ലാ വൈദികരെയും സന്യസ്തരെയും സേവകരെയും എല്ലാം സമർപ്പിക്കുന്നത് ഏറ്റവും മനോഹരമായിട്ട് എല്ലാവരും ക്രമീകരിക്കണമേ. ഇതിൻ്റെ കുട്ടികളെയും അതിൻ്റെ ചടങ്ങുകളെയും ക്രമീകരണങ്ങളെയും എല്ലാം അവിടെ മനോഹരമാക്കി ക്രമീകരിക്കണം. അവരാനെ അങ്ങയുടെ മതത്തോട് ചേർന്ന് നിന്നുകൊണ്ട് വിശ്വസ്തതപൂർവ്വം ജീവിക്കുവാനും പ്രവർത്തിക്കുവാനും അങ്ങയുടെ മനുഷ്യ പ്രവർത്തനങ്ങളിലെല്ലാം അങ്ങയുടെ കൂടിയായിരിക്കാനുള്ള വലിയ ജീവിക്കണമേ. അങ്ങനെ മാതാപിതാക്കളെ, സഹോദരങ്ങളെ, കുടുംബാംഗങ്ങളെ, ബന്ധുക്കളെ എല്ലാം കൂടി ഒട്ടേക്ക് സമർപ്പിക്കുന്നു. കർത്താവെ അങ്ങോട്ട് ചേർന്ന് ജീവിക്കുവാനും പ്രവർത്തിക്കുവാനും ചിന്തിക്കുവാനും അങ്ങയുടെ വിളിക്ക് അനുയോജ്യമായ ജീവിതം നയിക്കുവാനും ഞങ്ങളെ എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കണമേ. സ്വതന്ത്ര പ്രവർത്തനങ്ങളെയും ഉദ്യമങ്ങളെയും അവിടുന്ന് പൂർണ്ണമായിട്ട് സ്വീകരിക്കുകയും പരിശുദ്ധമാക്കി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മയെ മാതാവെ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് ഞങ്ങൾ ഓരോരുത്തരെയും പൂർണ്ണമായി സമർപ്പിക്കുന്നു. വിശുദ്ധ ലൂക്കാ അറിയിച്ച നമ്മുടെ കർത്താവ് മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം 1 വാക്യങ്ങൾ 46 മുതൽ മറിയത്തിന്റെ സ്തോത്രഗീതം.
മറിയം പറഞ്ഞു, എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. അവിടുന്ന് തൻ്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകടിപ്പിക്കും. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അവിടുത്തെ നാമം പരിശുദ്ധമാണ്. അവിടുന്ന് ഭക്തന്മാരുടെ മേൽ തലമുറകൾ തോറും അവിടുത്തെ കാരുണ്യം വർഷിക്കും. അവിടുന്ന് തന്റെ ഭുജം കൊണ്ട് ശക്തി പ്രകടിപ്പിച്ച് ഹൃദയവിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചു. ശക്തന്മാരെ സിംഹാസനത്തിൽ നിന്ന് മറിച്ചിട്ടു, എളിയവരെ ഉയർത്തി. വിശക്കുന്നവരെ വിശിഷ്ടഭോഗങ്ങൾ കൊണ്ട് സംതൃപ്തരാക്കി, സമ്പന്നരെ വെറും കൈയോടെ പറഞ്ഞയച്ചു. തന്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് അവിടുന്ന് തന്റെ ദാസനായ ഇസ്രായേലിനെ സഹായിച്ചു. നമ്മുടെ പിതാക്കന്മാരായ അബ്രാഹത്തിനോടും അവന്റെ സന്തതികളോടും എന്നേക്കുമായി ചെയ്ത വാഗ്ദാനം അനുസരിച്ച് തന്നെ മറിയം അവളോടുകൂടെ 3 മാസത്തോളം അവിടെ താമസിച്ചു. പിന്നെ വീട്ടിലേക്ക് മടങ്ങി. ലോകത്തെ ആശ്രയിക്കുന്നവരോട് തിരുമനസ്സിലായല്ലോ. അവിടുത്തെ മാതാവായ കന്യകാമറിയെ മുക്തനാനന്ദ പ്രാപിക്കുവാൻ അനുഗ്രഹിക്കുന്ന ഞങ്ങളുടെ കർത്താവ് ശുശ്രൂഷിക്കാൻ വഴി അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. Jesus, come into my life. Creator, mold me the way you want. Jesus, come into my help me to know you more. Touch my heart with your fire from heaven. Lord, I humble myself before thee. Touch my tongue with a new song to praise you. Let my lips overflow with your praise. Fill my life with your unfailing pure love. Fill me, renew me. Take hold my hands, Lord. Cast off my fears and pain, and lead my ways, Lord, from darkness to shining light. You are my life and salvation. I lean on to you, Lord. The way and the truth to eternal life. Show me thy way.
Jesus, you are my only hope, my Savior. Receive me as your own child. Raise the sins of my past that's before thee. Lord, purge my life whiter than snow. Restore my heart with your spirit from heaven, and lift my soul higher above, to stand beside you in my white robes and praise you forever. Take hold my hands, Lord, cast off my fears and pain, and lead my ways, Lord, from darkness to shining light. You are my life and salvation. I lean on to you, Lord. The way and the truth to eternal life. Show me thy way. Take hold my hands, Lord. ഞാൻ പാടും യേശുവിനു സ്തുതിഗീതങ്ങൾ എന്നാവു തളരുവോളം. ഞാൻ വേല ചെയ്യും യേശുവിനായി എൻ ജീവൻ വെടിയുവോളം. എന്റെ അധരങ്ങളും നൽമിഴിവുകളും അവിടുത്തെ അനുഗ്രഹമല്ലോ. എന്റെ ജീവിതവും എനിക്കുള്ളതെല്ലാം അവിടുത്തെ കനിവല്ലോ. ഞാൻ പാടും യേശുവിനു സ്തുതിഗീതങ്ങൾ എന്നാവു തളരുവോളം. ഞാൻ വേല ചെയ്യും യേശുവിനായി എൻ ജീവൻ വെടിയുവോളം. ഹല്ലേലൂയാ സ്തോത്രം, ഹല്ലേലൂയാ സ്തോത്രം, ഹല്ലേലൂയാ സ്തോത്രം, ഹല്ലേലൂയാ സ്തോത്രം, ഹല്ലേലൂയാ സ്തോത്രം. എരിയുന്ന ആയിരങ്ങൾക്കാശ്വാസമായി സ്നേഹം പകർന്നിടുന്നു. മനം നൊന്തു കണ്ണുനീർ തൂകിടുമ്പോൾ ആശ്വാസമരുളിയിടുന്നു. എരിയുന്ന ആയിരങ്ങൾക്കാശ്വാസമായി സ്നേഹം പകർന്നിടുന്നു. മനം നൊന്തു കണ്ണുനീർ തൂകിടുമ്പോൾ ആശ്വാസമരുളിയിടുന്നു. എന്റെ സ്വാർത്ഥത്തിൽ നിന്നെന്നെ രക്ഷിച്ചിടണേ, പാവന പാതകളേകണമേ. തിരുസന്നിധിയിൽ വന്നു ചേർന്നിടുവാൻ തിരുവരമേകണമേ. ഞാൻ പാടും യേശുവിനു സ്തുതിഗീതങ്ങൾ എന്നാവു തളരുവോളം. ഞാൻ വേല ചെയ്യും യേശുവിനായി എൻ ജീവൻ വെടിയുവോളം. ഹല്ലേലൂയാ സ്തോത്രം, ഹല്ലേലൂയാ സ്തോത്രം, ഹല്ലേലൂയാ സ്തോത്രം, ഹല്ലേലൂയാ സ്തോത്രം, ഹല്ലേലൂയാ സ്തോത്രം.
പകലന്തിയോളമൻ ജീവിതയാത്രയിൽ അനുഗമിക്കുന്നേശു. ആപത്തിൽ വീഴാതെ കാത്തിടുന്നു രക്ഷകനാമെന്റെ യേശു. പകലന്തിയോളമൻ ജീവിതയാത്രയിൽ അനുഗമിക്കുന്നേശു. ആപത്തിൽ വീഴാതെ കാത്തിടുന്നു രക്ഷകനാമെന്റെ യേശു. എന്റെ സ്വാർത്ഥത്തിൽ നിന്നെന്നെ രക്ഷിച്ചിടണേ, പാവന പാതകളെ ഗണമേ. തിരുസന്നിധിയിൽ വന്നു ചേർന്നിടുവാൻ തിരുവരമേകണമേ. ഞാൻ പാടും യേശുവിനു സ്തുതിഗീതങ്ങൾ എന്നാവു തളരുവോളം. ഞാൻ വേല ചെയ്യും യേശുവിനായി എൻ ജീവൻ വെടിയുവോളം. എന്റെ അധരങ്ങളും നൽമിഴിവുകളും അവിടുത്തെ അനുഗ്രഹമല്ലോ. എന്റെ ജീവിതവും എനിക്കുള്ളതെല്ലാം അവിടുത്തെ കനിവല്ലോ. ഞാൻ പാടും യേശുവിനു സ്തുതിഗീതങ്ങൾ എന്നാവു തളരുവോളം. ഞാൻ വേല ചെയ്യും യേശുവിനായി എൻ ജീവൻ വെടിയുവോളം. ഹല്ലേലൂയാ സ്തോത്രം, 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 ഹല്ലേലൂയാ സ്തോത്രം. If the Spirit of the Lord is in my soul, like David the sinner, I will pray, I will pray, I will pray. Like David the sinner, I will pray. Spirit of the Lord is in my soul, like David the sinner, I will pray. If the Spirit of the Lord is in my soul, like David the sinner, I will pray. I will pray, I will pray. Like David the sinner, I will pray. I will pray, I will pray. Like David the sinner, the Lord is in my soul, like David the sinner, I will pray. If the Spirit of the Lord is in my soul, like David the sinner, I will pray. I will pray, I will pray. Like David the sinner, I will pray. I will pray, I will pray. Like David the sinner, I will pray. പ്രഭാതത്തിലെന്നെ തൊട്ടുണർത്തി കാത്തുപാലിക്കും
ജഗദീശ്വര. പ്രഭാതത്തിലെന്നെ തൊട്ടുണർത്തി കാത്തുപാലിക്കും ജഗദീശ്വര. എന്തെങ്ങേക്കായി നൽകിടും ഞാനീ പുലർകാല കാണിക്കയാ. എന്തെങ്ങേക്കായി നൽകിടും ഞാനീ പുലർകാല കാണിക്കയാ. പ്രഭാതത്തിലെന്നെ തൊട്ടുണർത്തി കാത്തുപാലിക്കും ജഗദീശ്വര. ചാരുതയേറുമീ ഭൂവതിലെനിക്കായി പണ്ടേ നീ തീർത്തില്ലേ വിഭവങ്ങൾ. ചാരുതയേറുമീ ഭൂവതിലെനിക്കായി പണ്ടേ നീ തീർത്തില്ലേ വിഭവങ്ങൾ. അഴകേറുമീ ജന്മം ദാനമായി തന്നില്ലേ. അഴകേറുമീ ജന്മം ദാനമായി തന്നില്ലേ. അനുദിനം കൃപയാൽ നിറച്ചതില്ലേ. എന്തെങ്ങേക്കായി നൽകിടും ഞാനീ പുലർകാല കാണിക്കയാ. എന്തെങ്ങേക്കായി നൽകിടും ഞാനീ പുലർകാല കാണിക്കയാ. പ്രഭാതത്തിലെന്നെ തൊട്ടുണർത്തി കാത്തുപാലിക്കും ജഗദീശ്വര. സ്വാഗതം സ്വാഗതം സ്വാഗതമോതുന്നു ഞങ്ങൾ. സ്വാഗതം സ്വാഗതമോതുന്നു ഞങ്ങൾ. സ്വാഗതം സഭാപിതാക്കന്മാരെ സമർപ്പിതർ വൈദിക ഗണമേ സഭാതനയ ജനമേ. സഭാപിതാക്കന്മാരെ സമർപ്പിതർ വൈദിക ഗണമേ സഭാതനയ ജനമേ. സ്വാഗതം സ്വാഗതമോതുന്നു ഞങ്ങൾ. സ്വാഗതം
സസാദ പപ്പകാരി സസാദ മതകാരി സസാദ പപ്പകാരി സന്നി സന്നി മത. ആനന്ദമോടെ വിശ്വാസം പ്രഘോഷിക്കാൻ അഖിലരുമേ വരൂ. സ്നേഹപ്രകാശത്തിൽ ദൈവ ചൈതന്യമീ സഹചരിൽ കാണാൻ വരൂ. ആനന്ദമോടെ വിശ്വാസം പ്രഘോഷിക്കാൻ അഖിലരുമേ വരൂ. സ്നേഹപ്രകാശത്തിൽ ദൈവ ചൈതന്യമീ സഹചരിൽ കാണാൻ വരൂ. ഈ ധന്യമുഹൂർത്തം ഇവിടെ ഒരുക്കിയതാ ഞങ്ങൾ, ഈ ധന്യമുഹൂർത്തം ഇവിടെ ഒരുക്കിയതാ ഞങ്ങൾ. വരവേകിടാം 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 വരവേകിടാം. സ്വാഗതം സ്വാഗതമോടുന്നു ഞങ്ങൾ, സ്വാഗതം. നേടുന്ന കാത്തിരിപ്പിന്റെയും ത്യാഗത്തിന്റെയും കണ്ണുനീരും പുഞ്ചിരിയും വലിഞ്ഞു ചേർന്ന് ജീവിതത്തിൽ നിന്നും ഉയർന്ന പ്രാർത്ഥനാ മന്ത്രങ്ങൾ ഇന്ന് തങ്ങളുടെ പ്രിയപ്പെട്ട മകനെ ശിരസിൽ അനുഗ്രഹങ്ങളായി ഈ മാതാപിതാക്കളെ ചാർത്തുന്നു. ദൈവം തങ്ങൾക്ക് നൽകിയ
ഈ മകനെ ദൈവ ശുശ്രൂഷയ്ക്കായി കാഴ്ചവെക്കുന്ന ഇവരുടെ പ്രാർത്ഥനകളോട് ചേർന്ന് നമ്മുടെ ഹൃദയത്തിൽ നിന്നും ഉയരുന്ന പ്രാർത്ഥനകളും ഈ സഹോദരന് വേണ്ടി നമുക്ക് സമർപ്പിക്കാം. നമ്മുടെ ആവശ്യംശിഹ ഈ ദാസനെ അഭിഷേകം ചെയ്ത് ഗ്രഹിക്കട്ടെ. അതോടൊപ്പം തന്നെ മാർപ്പാപ്പയെയും അഭിനേതാക്കളെയും മറ്റു സഭാധികാരികളെയും പൂർണ്ണ ഹൃദയത്തോടും ഉത്തരവാദിത്തോടും കൂടി അനുസരിച്ച് കൊള്ളാമെന്ന് വിശുദ്ധ ഗ്രന്ഥം സാക്ഷിയാക്കി വാഗ്ദാനം ചെയ്യുന്നു. ഈ വിശ്വാസ പ്രഖ്യാപനം കുറവ് കൂടാതെ തെറ്റുകൂടാതെ പാലിക്കുവാൻ അനുഗ്രഹം നൽകണമേ എന്ന് ഇദ്ദേഹത്തോടൊപ്പം കാരണവാനായ ദൈവത്തോട് നമുക്കും പ്രാർത്ഥിക്കാം. ശരീരത്തിലും നിത്യായുസ്സും ഞാൻ ഏറ്റുപറയുകയും ചെയ്യുന്നു. ആമേൻ. സാധാരണമോ സാർവത്രികവുമായ പ്രബോധനാധികാരം വഴിയോ ഔദ്യോഗികമായ തീർപ്പ് കൽപ്പിക്കുന്നത് വഴിയോ തിരുസഭയിലൂടെ വെളിപ്പെട്ടതും നാം വിശ്വസിക്കുവാൻ നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്നതുമായ എഴുതപ്പെട്ടതും പാരമ്പര്യത്തിലൂടെ കൈമാറ്റപ്പെട്ടതുമായ ദൈവവചനത്തിൽ ഉൾച്ചേർന്നിരിക്കുന്നവരെല്ലാം ഉറച്ച വിശ്വാസത്തോടെ ഞാൻ വിശ്വസിക്കുന്നു. വിശ്വാസവും സന്മാർഗവും സംബന്ധിച്ച് സഭംഗീതമായി നിർദ്ദേശിച്ചിരിക്കുന്ന എല്ലാ പ്രബോധനങ്ങളും ഞാൻ ദൃഢമായി സ്വീകരിക്കുന്നു. കൂടാതെ റോമിൽ മാർപ്പാപ്പയോ കത്തോലിക്ക സംഘമോ ഔദ്യോഗിക പ്രബോധാധികാരം ഉപയോഗിച്ച് പഠിപ്പിക്കുന്നവ അവരുടെ അന്യമായി നിർവചിക്കുവാൻ ഉദ്ദേശിക്കുന്നില്ലെങ്കിലും അവയോടുള്ള വിശ്വാസപൂർവമായ വിധേയത്വം പൂർണ്ണമായ അറിവോടും സമ്മതത്തോടും കൂടി ഞാൻ ഇത് പറയുന്നു. പത്രോസിന്റെ പിൻഗാമിയും സാർവത്രിക സഭയുടെ തലവനുമായ മാർപ്പാപ്പയെ പൂർണ്ണ ഹൃദയത്തോടെ അനുസരിച്ചുകൊള്ളാമെന്ന് ഞാൻ വാഗ്ദാനം ചെയ്യുന്നു. ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ മർവർത്തിശ്രേഷ്ഠ മെത്രാപ്പൊലീത്തയോടും അദ്ദേഹത്തിന്റെ പിൻഗാമികളോടും വിധേയത്വത്തോടുകൂടി പ്രവർത്തിച്ചുകൊള്ളാമെന്ന് ഞാൻ വാഗ്ദാനം ചെയ്യുന്നു. ഞാൻ പൗരോഹിത്യശുശ്രൂഷ നിയോഗിക്കപ്പെടുന്ന രൂപതയിലെ താനെ പൂർണ്ണ ഹൃദയത്തോടും വിധേയത്വത്തോടും കൂടി അനുസരിച്ചുകൊള്ളാമെന്നും അദ്ദേഹത്തിന്റെ കൽപ്പനകൾ ഒരിക്കലും ലംഘിക്കുകയില്ലെന്നും ഞാൻ ഏറ്റുപറയുന്നു. അത്യുന്നതനായ ദൈവത്തെ സഹായികളെ അവിടുത്തെ സ്തുതി. സുവിശേഷം എനിക്ക് സാക്ഷിയായിരിക്കുകയും ചെയ്യട്ടെ. ആമേൻ. പരിശുദ്ധമായ പൗരോഹിത്യ പദവി സ്വീകരിക്കുന്നവർ ഈശോയുടെ വിശുദ്ധിയിൽ പങ്കുചേർന്നുകൊണ്ട് പാപത്തോടും പാപസാഹചര്യങ്ങളോടും വിട പറയണമെന്നും നിർമ്മലമായ ഹൃദയത്തോടും പരിശുദ്ധമായ മനസ്സാക്ഷിയോടും കൂടെ പരിപാലനമായ ജീവിതം നയിക്കണമെന്നും തിരുസഭ മാതാവ് ഈ കർമ്മത്തിലൂടെ വൈദികാത്മിയെ അനുസ്മരിപ്പിക്കുന്നു. നിന്നിലുള്ള പാപ്പാൻ മുഴുവൻ എന്നീക്കുവായി നീക്കിക്കളയട്ടെ. സമാധാനം പ്രത്യാശയും എപ്പോഴും എന്നേക്കും.
പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ഞങ്ങളെ ശക്തരാക്കണമേ. അധപരിച്ചുപോയങ്ങളെ അങ്ങയുടെ പ്രയാസമൊത്തിരിക്കണമേ. ആത്മീയകാര്യങ്ങൾ പ്രദാനം ചെയ്യുന്ന ജീവിതേശ്യങ്ങൾ പരമാർത്ഥതയോടും നമ്മൾ സാക്ഷിയോടും കൂടി ചെയ്യുന്നതിനും നീതിയുടെ പ്രവൃത്തികളാൽ അവയെ പൂർണ്ണമാക്കുന്നതിനും അങ്ങയുടെ കാരണാതിരത്താൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ആധ്യാത്മികവും പിതാവും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും. പൗരോഹിത്യത്തിന്റെ ശ്രേഷ്ഠതയെയും മാഹാത്മ്യത്തെയും കുറിച്ച് ധ്യാനിക്കുവാൻ ചിന്തിക്കുവാനും പുരോഹിതാത്മയെയും നമ്മെ പ്രചോദിപ്പിക്കുന്നതാണ് അടുത്തു വരുന്ന പ്രാർത്ഥനാകാരം. അങ്ങയുടെ ഭാഗത്തിൽ വസിക്കുന്നവർ എത്ര ഭാഗ്യവാന്മാരാകുന്നു. Thank you.
ഈ ദാസനെ ശക്തരാക്കണമേ. ആദ്യാത്മികവും വിശുദ്ധാത്മാവുമായി സർവേശ്വരായ വിശുദ്ധന്മാർ മഹത്വവും ധരിക്കും. അങ്ങയുടെ ദാസനെ അഭിഷേകം ചെയ്യണമേ. അങ്ങയുടെ ആരാധകരുടെ ആഖ്യാനിയായി തിരുസഭയിൽ പുരോഹിതധർമ്മം നിർവഹിക്കുന്നതിനും വിശുദ്ധ രഹസ്യങ്ങളുടെ ശുശ്രൂഷ പൂർത്തിയാക്കുവാനും അങ്ങയുടെ കരങ്ങൾ ഈ ദാസനെ സഹായിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യട്ടെ. ആഖ്യാനവും ദാവത്തിലും വിശുദ്ധാത്മാവായി സർവേശ്വരായിരിക്കും. അങ്ങ് സാധിച്ചു കൊടുത്തു, അവന്റെ അപേക്ഷ അങ്ങ് നിരസിച്ചില്ല. അങ്ങയുടെ മുഖത്തിന്റെ പ്രകാശത്തിൽ നടക്കും. അവർ നിത്യം അങ്ങയുടെ നാമത്തിൽ ആനന്ദിക്കും. അങ്ങയുടെ നീതിയാൽ ഗ്രഹീതരാവുകയും ചെയ്യും. ഞങ്ങളുടെ ശക്തിയും മഹത്വമാകുന്നു. അങ്ങയുടെ ദിവ്യ സഹായത്താൽ ഞങ്ങളുടെ ശക്തി വർദ്ധമാനമാകും. നമ്മുടെ ആശ്രയമാകുന്നു. ഇസ്രായേലിന്റെ പരിശുദ്ധൻ നമ്മുടെ രാജാവാകും. അവിടുന്ന് ദർശനത്തിൽ തന്റെ വിശുദ്ധരോട് ഇങ്ങനെ അരുളി ചെയ്തു: ഞാനൊരു മനുഷ്യനെ സഹായിച്ചു, ഒരാളെ ഞാൻ തിരഞ്ഞെടുത്തുയർത്തി. എന്റെ ദാസനായ ദാവീദിനെ ഞാൻ കണ്ടെത്തി, വിശുദ്ധ ധൈര്യം കൊണ്ട് ഞാൻ അവനെ അഭിഷേകം ചെയ്തു. എന്റെ കരമോനെ സഹായിച്ചു, ശക്തിപ്പെടുത്തി. ശത്രുക്കൾ അവരെ വഞ്ചിക്കുകയോ ദുഷ്ടന്മാർ മർദ്ദിക്കുകയോ ചെയ്തില്ല. പരമാനന്ദ
പുത്രന്മാരെ ബലിയർപ്പിക്കുവാനും ബലിയാകാനുമുള്ളതാണ് പുരോഹിതന്റെ ജീവിതം എന്നാണ് അൾത്താര ചുംബനം അർത്ഥമാക്കുന്നത്. വർഷങ്ങൾക്ക് മുൻപ് മാമോദീസായുടെ ഏറ്റെടുത്ത ക്രിസ്തീയ ജീവിതം സ്വയം ബലിയായി അവിടുത്തേക്ക് തന്നെ ബലിയായി സമർപ്പിക്കുന്നതിൽ ഇന്ന് എത്തി നിൽക്കുകയാണ്. ക്രിസ്തീയ ജീവിതത്തിന്റെ ആരംഭമായ മാമോദീസ പരികർമ്മം ചെയ്ത് സ്വർഗരാജ്യത്തിന് അനേകം ആധ്യാത്മിക സന്താനങ്ങളെ ജനിപ്പിക്കുക എന്ന പുരോഹിത ധർമ്മത്തെ അനുസ്മരിപ്പിക്കുവാനാണ് മാമോദീസ തൊട്ടി ചുംബിക്കുന്നത്. ജീവൻ സമൃദ്ധമായി വിളയിക്കുന്ന ബലിപീഠത്തോടും ദൈവിക ജീവനിൽ വേരൂന്നി നിൽക്കുന്ന മാമോദീസ തൊട്ടിയോടുമുള്ള പുരോഹിതന്റെ ബന്ധത്തെയും ആത്മസമർപ്പണത്തെയുമാണ് ഈ തിരുക്കർമ്മം നമ്മെ അനുസ്മരിപ്പിക്കുന്നത്. വൈദിക ധർമ്മം സ്ഥിതമായി നിറവേറ്റാം. രഹസ്യങ്ങളുടെ ശുശ്രൂഷയ്ക്ക് അണിയുവാനും മക്കളെ അമർത്തരാക്കി തീർക്കുന്ന വിശുദ്ധ മാമോദീസായുടെ ജലം ആശ്വസിക്കുവാനും അങ്ങയുടെ കൃപയാലും അനുഗ്രഹത്താലും ഈ ദാസന്റെ മേൽ അനുഗ്രഹം വർഷിക്കുകയും യാഗകരങ്ങളെ വിശുദ്ധി കൊണ്ട് നിറയ്ക്കുകയും ചെയ്യണമേ. ആധ്യാത്മികങ്ങളുടെ താളാവും പിതാവും വിശുദ്ധാത്മാവുമായി സർവേശ്വര എന്നേക്കും. അടുത്തതായി വചന ശുശ്രൂഷ ഭാഗത്തേക്ക് നാം പ്രവേശിക്കുകയാണ്. ഇവിടെ ലേഖന ഭാഗത്തു നിന്ന് ഒരു ഭാഗവും സുവിശേഷത്തിൽ നിന്ന് ഒരു വചനഭാഗവും വായിക്കുന്നു. ഈശോയുടെ പൗരത്വത്തിൽ പങ്കുചേർന്ന് ജീവിക്കുവാൻ ആഗ്രഹിച്ച് ബലിവേദിയിലേക്ക് അണിഞ്ഞിരിക്കുന്ന ഈ ദാസന് ധാരാളമായ അനുഗ്രഹങ്ങൾ നൽകണമേ എന്നുള്ള ആത്മാർത്ഥമായ ആഗ്രഹത്തോടും പ്രാർത്ഥനയോടും കൂടി നമുക്ക് ഏവർക്കും ഇതിൽ പങ്കുചേരാം. എന്റെ സഹോദരരെ, ഹെബ്രായർക്കുള്ള ലേഖനം 5-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള തിരുവചനങ്ങൾ. ജനങ്ങളിൽ നിന്ന് ജനങ്ങൾക്ക് വേണ്ടി തെരഞ്ഞെടുക്കപ്പെടുന്ന പ്രധാന പുരോഹിതൻ ദൈവിക കാര്യങ്ങൾക്ക് നിയമിക്കപ്പെടുന്നത് പാപപരിഹാരത്തിനായി ബലികളും കാഴ്ചകളും അർപ്പിക്കാനാണ്. അവൻ തന്നെ ബലഹീനനായതുകൊണ്ട് അജ്ഞരോടും വഴി തെറ്റിയവരോടും വേണ്ടത്ര സഹതാപത്തോടെ പെരുമാറാൻ അവന് കഴിയും. ഇക്കാരണത്താൽ അവൻ ജനങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടി എന്ന പോലെ സ്വന്തം പാപങ്ങൾക്ക് വേണ്ടിയും ബലി സമർപ്പിക്കുവാൻ കടപ്പെട്ടിരിക്കുന്നു. അഹ്റോനെ പോലെ ദൈവത്താൽ വിളിക്കപ്പെടുകയല്ലാതെ ആരും സ്വയം ഈ ബഹുമതി ഏറ്റെടുക്കുകയല്ല. അതുപോലെ തന്നെ ക്രിസ്തുവും പ്രധാന പുരോഹിതനാകുന്നതിന് തന്നെ മഹത്വപ്പെടുത്തിയില്ല. നീ എന്റെ പ്രിയപുത്രനാണ്, ഇന്ന് ഞാൻ നിനക്ക് ജന്മമേകിയെന്ന് അവനോട് പറഞ്ഞവൻ തന്നെയാണ് അവനെ മഹത്വപ്പെടുത്തിയത്. അവിടുന്ന് വീണ്ടും പറയുന്നു, മെൽക്കിസദേക്കിന്റെ ക്രമപ്രകാരം നീ എന്നേക്കും പുരോഹിതനാണ്. തന്റെ ഐഹിക ജീവിതകാലത്ത് ക്രിസ്തു മരണത്തിൽ നിന്ന് തന്നെ രക്ഷിക്കാൻ കഴിവുള്ളവന് കണ്ണീരോടും വലിയ വിലാപത്തോടുകൂടെ പ്രാർത്ഥനകളും യാചനകളും സമർപ്പിച്ചു. അവന്റെ ദൈവഭയം മൂലം അവന്റെ പ്രാർത്ഥന കേട്ടു. പുത്രനായിരുന്നിട്ടും തന്റെ സഹനത്തിലൂടെ അവൻ അനുസരണം അഭ്യസിച്ചു. പരിപൂർണനാക്കപ്പെട്ടതുവഴി അവൻ തന്നെ അനുസരിക്കുന്നവർക്കെല്ലാം നിത്യരക്ഷയുടെ ഉറവിടമായി. എന്തെന്നാൽ മെൽക്കിസദേക്കിന്റെ ക്രമപ്രകാരം അവൻ പ്രധാന പുരോഹിതനായി ദൈവത്താൽ നിയോഗിക്കപ്പെട്ടു. രാജാ
ശംസിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം 15 വചനങ്ങൾ 5 മുതൽ. ഞാൻ മുന്തിരിച്ചെടിയും നിങ്ങൾ ശാഖകളുമാണ്. ആരെന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവോ അവനേറെ ഫലം പുറപ്പെടുവിക്കുന്നു. എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യുവാൻ കഴിയുകയില്ല. എന്നിൽ വസിക്കാത്തവൻ മുറിച്ച ശാഖ പോലെ പുറത്തെറിയപ്പെടുകയും ഉണങ്ങിപ്പോവുകയും ചെയ്യുന്നു. അത്തരം കമ്പുകൾ ശേഖരിച്ച് തീയിലിട്ട് കത്തിച്ചു കളയുന്നു. നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വാക്കുകൾ നിങ്ങൾ നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചുകൊള്ളുക, നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾ ധാരാളം ഫലം പുറപ്പെടുവിക്കുകയും അങ്ങനെ എൻ്റെ ശിഷ്യന്മാരായിരിക്കുകയും ചെയ്യുന്നത് വഴി പിതാവ് മഹത്വപ്പെടുന്നു. പിതാവ് എന്നെ സ്നേഹിച്ചതുപോലെ ഞാനും നിങ്ങളെ സ്നേഹിച്ചു. നിങ്ങൾ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കുവിൻ. ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പാലിച്ച് അവിടുത്തെ സ്നേഹത്തിൽ നിലനിൽക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പാലിച്ചാൽ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കും. സ്നേഹിതർക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല. ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നത് നിങ്ങൾ ചെയ്യുന്നെങ്കിൽ നിങ്ങൾ എൻ്റെ സ്നേഹിതരാണ്. ഇനി ഞാൻ നിങ്ങളെ ദാസന്മാർ എന്ന് വിളിക്കുകയില്ല, കാരണം യജമാനൻ ചെയ്യുന്നതെന്ന് ദാസൻ അറിയുന്നില്ല. എന്നാൽ ഞാൻ നിങ്ങളെ സ്നേഹിതന്മാരെന്ന് വിളിച്ചു. എന്നാൽ എൻ്റെ പിതാവിൽ നിന്നും കേട്ടതെല്ലാം നിങ്ങളെ ഞാൻ അറിയിച്ചു. നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. നിങ്ങൾ പോയി ഫലം പുറപ്പെടുവിക്കുന്നതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കുന്നതിനും വേണ്ടി ഞാൻ നിങ്ങളെ നിയോഗിച്ചിരിക്കുന്നു. തന്മൂലം നിങ്ങൾ എൻ്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നതെന്തും അവിടുന്ന് നിങ്ങൾക്ക് നൽകും. ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നു, പരസ്പരം സ്നേഹിക്കുവിൻ. വലിയ സ്നേഹത്തിന് പ്രകടനമായി അവരുടെ പുത്രൻ്റെ പൗരത്വം സ്വീകരിക്കാൻ വിളിക്കപ്പെടുകയും ഇന്ന് ഈ കഥാശിക്കുന്ന മുഹൂർത്തത്തിൽ ആ പൗരത്വം ഈ തിരുമൊഴിയാഴ്ച സ്വീകരിക്കുവാൻ ഭാഗ്യം ലഭിച്ച ജോർജ് മാഷൻ ഈ മകൻ ജന്മം നൽകുകയും വളർത്തുകയും പ്രിയപ്പെട്ട മാതാപിതാക്കളെ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇന്ന് വളരെ പ്രത്യേക വിധത്തിൽ നമുക്ക് മരണാലയത്തിൽ നന്ദി പറയുന്ന ദിവസമാണ്. സ്നേഹിതാദൈവം നമ്മോട് കാണിക്കുന്ന വലിയ സ്നേഹത്തിൻ്റെ ഏറ്റവും ഉദാത്തമായിട്ടുള്ള പൂർണ്ണമായിട്ടുള്ള രൂപം തൻ്റെ ഏകജാതനെ നമുക്ക് നൽകിയിട്ടുള്ളതാണ്. 3:16 നമുക്ക് അറിയാവുന്നതാണ്. തന്നെ വിശ്വസിക്കുന്നതിൽ നശിച്ചു പാലിക്കാൻ വേണ്ടിയിട്ട് തൻ്റെ ഏകജാതനെ നരകത്തിൽ വീടിനെ സ്നേഹിച്ചു. ആ സ്നേഹം കടന്നുപോയ ഒരു പഴയ ചരിത്രമല്ല. ആ സ്നേഹം ഇന്നും, ആ നന്മ ജീവിതത്തിൽ സ്നേഹം എന്നും സ്നേഹമാണ്, എന്നും സ്നേഹത്തിലെടുക്കുന്നു, ഒരിക്കലും അവസാനിക്കാത്ത സ്നേഹമാണ്. ആ സ്നേഹം ഇന്ന് നമ്മൾ പ്രകടിപ്പിച്ചുകൊണ്ട് ആ വലിയ സ്നേഹം എപ്രകാരത്തിലേക്ക് തന്നെ നൽകിക്കൊണ്ട് പ്രകടിപ്പിച്ചോ അത് ഇവിടെ ആവർത്തിക്കപ്പെടുകയാണ്. ഓരോ സ്വീകരണവും ഓരോ ദൈവവിളിയും ദൈവത്തിൻ്റെ വലിയ സ്നേഹം നമ്മൾ പ്രകടിപ്പിക്കുന്ന അവസരമാണ്. ഇപ്പോൾ ഓരോ സ്വീകരണം വഴിയായിട്ട് വീണ്ടും തൻ്റെ പുത്രനെ നമുക്ക് നൽകുകയാണ്. നമ്മൾ സന്ധിക്കുന്ന ഈ തിരുക്രമങ്ങൾ അത്രമാത്രം മനോഹരമായിട്ടുള്ള ദൈവസ്നേഹം നമ്മൾ അനുഭവിച്ചിരുന്ന അവസരമാണ്. കഥാവ് സഭയ്ക്ക് അധികാരം ഉപയോഗിച്ച് പുത്രന്മാർക്കും പുത്രന്മാർക്കും അധികാരം ഉപയോഗിച്ച് കൈപ്പ് വഴിയായിട്ട് നമ്മുടെ ഈ പ്രിയപ്പെട്ട മോനെ ഒരു പുരോഗതിനായിട്ട് അപേക്ഷിക്കുന്നതായിരിക്കുകയാണ്. ആ പാപത്തെ നിഗ്രഹിച്ചുകൊണ്ട് പാപത്തിന് പരിഹാരം നൽകിക്കൊണ്ട് ആ പാപം എല്ലാം സ്വന്തം ശരീരത്തേക്ക് വാങ്ങിക്കൊണ്ട് ആ വലിയ ജലത്തിനെ സമർപ്പിച്ചുകൊണ്ട് ജീവിതത്തിൽ ഏർപ്പിച്ചുകൊണ്ട് വീണ്ടും നമുക്ക് നഷ്ടപ്പെട്ടു പോയതെല്ലാം നേരിട്ട് അങ്ങനെ ആ നഷ്ടപ്പെട്ടു പോയത് ആ ദൈവത്തെ നമ്മൾ പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ദൈവത്തെ അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പുത്രനെ ലോകത്തിലേക്ക് വന്നത്. പ്രകാരം നമ്മെ സ്നേഹിക്കുന്ന പിതാവുണ്ട്. അപ്പോൾ തന്നെ അവസാനം മറക്കാത്ത പിതാവാണെന്നും ആ പിതാവിൻ്റെ ഒരിക്കലും ഉപേക്ഷിക്കുകയില്ലെന്നും ആ പിതാവിൻ്റെ ഉണ്ടെന്നുള്ള ആ വലിയ സത്യം നമ്മളെ പഠിപ്പിക്കാനായിട്ട് ആ നഷ്ടപ്പെട്ടു പോയ പിതാവിൽ എത്തിച്ചേരുന്നതിന് ഏത് വഴിയാണ് നമ്മൾ ധാരണം ചെയ്യേണ്ടതെന്ന് എന്ന് നമ്മളെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ആ പാപം വഴിയും നമുക്ക് നഷ്ടപ്പെട്ട ആ ഇതെല്ലാം പാപം വഴിയായ പിതാവും നമ്മൾ തമ്മിലുള്ള തീർക്കപ്പെട്ടിരിക്കുന്ന മതിലുകൾ, ബന്ധനങ്ങൾ അവയെല്ലാം പൊട്ടിച്ചു മാറ്റിയ ശേഷം ആ പിതാവിനെ നമ്മൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്
അല്ലെങ്കിൽ നമ്മൾ വിശദീകരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഓരോ ഈശോ വന്നത് നമ്മളെ ഈ സത്യം പഠിപ്പിക്കുന്നതിനുമായിട്ടും നമ്മൾ വിശദീകരിക്കുന്നതിനും നമ്മൾ നയിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോഴാണ് പിതാവ് ആ പുത്രനെ തിരിഞ്ഞിട്ട് നീ എൻ്റെ പ്രിയപ്പെട്ട മോനാണ് എന്ന് ആ പുത്രൻ വിളിക്കുകയും തൻ്റെ വലുവാസത്തിൽ ഇരുത്തുകയും ചെയ്യുന്നു. ഈ നമുക്ക് സത്യദൈവം സത്യവും മനുഷ്യ മനുഷ്യ വഴിയായിട്ട് നമുക്ക് ആ നഷ്ടപ്പെട്ടതെല്ലാം വീട്ടിൽ എത്തിയിരിക്കുന്നു. അങ്ങനെ ആ രഹസ്യം പൂർത്തിയായ ശേഷം പിതാവിൻ്റെ കൽപ്പനയനുസരിച്ച് തന്നെ പുത്രൻ തന്നെ വിശ്വസിച്ചുകൊണ്ട് ലോകം മുഴുവൻ പോയി സുവിശേഷം പ്രസംഗം അയച്ചു. അങ്ങനെ അപ്പസ്തലന്മാർ തിരഞ്ഞെടുക്കപ്പെടുന്നത്. അപ്പസ്തലന്മാർ തിരഞ്ഞെടുക്കപ്പെട്ട അപ്പസ്തലന്മാരെ പോയി ഈശോ നിർവഹിച്ച തരത്തിൽ തന്നെ ഈ ദൈവത്തെ ലോകം മുഴുവൻ അറിയിക്കാനായിട്ട്, ഈ വലിയ സ്നേഹത്തെ അറിയിക്കാൻ വേണ്ടിയിട്ട്, ഈ ദൈവം നമ്മൾ സ്നേഹിക്കുന്നത് അറിയിക്കാൻ വേണ്ടിയിട്ട്, ആ ദൈവം മൂടി കൊണ്ട് അറിയിക്കാൻ വേണ്ടിയിട്ട്, നമ്മളിപ്പോഴും അവിടുത്തെ ഉള്ളംകൈയിലാണെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട്, അവിടെ ഒരിക്കലും നമ്മൾ മാറിപ്പോയെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് ലോകം മുഴുവൻ സുവിശേഷം പ്രസംഗിക്കാനായിട്ടാണ് അപ്പസ്തലന്മാരെ അയച്ചത്. ഇഷ്ടപ്പെട്ടുള്ള ഞാൻ ഒരിക്കലും അറിയാത്ത വലിയ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്, അതാണ് ദൈവത്തിന് മാത്രം ചെയ്യാൻ പറ്റുന്ന, ദൈവത്തിന് മാത്രം അർപ്പിക്കാൻ പറ്റുന്ന ആ ദൈവത്തെ അർപ്പിക്കാനായിട്ട്, ദൈവത്തിന് മാത്രം നൽകാൻ പറ്റുന്ന പാപമോചനം നൽകാൻ വേണ്ടിയിട്ട്, ദൈവത്തിന് മാത്രം ശക്തിക്കുന്ന പിശാചുക്കളെ ഒഴിവാക്കാനായിട്ട്, ദൈവത്തിന് മാത്രം പറ്റുന്ന രോഗികളുടെ കൈവച്ച് രോഗശാന്തി നൽകാനായിട്ട്, അതാണ് ഈ അനുഗ്രഹമാണ് ഈ പൗരത്വത്തിന് വഴിയായിരിക്കുന്നത്. ഇത് മാത്രം ഭാഗ്യം കിട്ടിയ ജോർജിനെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. അതിനാവശ്യമായിട്ടുള്ള വീട്ടിൽ കേട്ടതിന് വേറെ പല വഴിക്ക് പോകാമായിരുന്നു, പണം സമ്പാദിക്കാനും ജോലിയൊക്കെ ചെയ്യാമായിരുന്നു. അതിനൊക്കെ അനുകൂലമുള്ളല്ലോ. കർത്താവിൻ്റെ മര്യാദ പ്രസംഗത്തിൽ സൂചിപ്പിച്ചതുപോലെ നിങ്ങൾ ആദ്യമായി ദൈവരാജ്യവും നീതി അന്വേഷിക്കണം, അപ്പോഴാണ് നിങ്ങളെല്ലാം കൂടി ചേർത്ത് തരപ്പെടുന്നതെന്നല്ല ആ തിരുവചനം ഓർത്തുകൊണ്ട് മറ്റുള്ള അപേക്ഷിച്ചു. ഇതാ അതുകൊണ്ട് ദൈവരാജ്യം അന്വേഷിക്കാനായിട്ട്, ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് ജീവിക്കാനായിട്ട്, അത് സ്വന്തമായിട്ട് ആ നിത്യ സ്വഭാവം ലഭിക്കുന്നുണ്ട്. ഒത്തിരി പേർക്ക് ഈ സ്വഭാവം കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് അതിനുവേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഇതിനുള്ള നമ്മുടെ ഭാഗത്തു നിന്നും കൊടുക്കേണ്ട മറുപടി കൊടുക്കുന്നത്. അതുകൊണ്ടാണ് ഈ ഓർമ്മ ആജ്ഞാപിക്കുന്നത്. ദൈവം വിളിച്ചത് ദൈവത്തിൻ്റെ സ്നേഹമുണ്ട്. ഇവിടെ കുഞ്ഞു മക്കളൊക്കെ ഇരിപ്പുണ്ട്. ഒരുപക്ഷെ ഈ വചനം കേൾക്കുമ്പോഴേക്കുണ്ടല്ലോ ആരെങ്കിലും കൊച്ചു മനസ്സ് തോന്നിക്കാണിക്കും എനിക്കൊരു അച്ഛനാകണമെന്ന്, ഈശ്വരരാകണമെന്ന്, മറ്റുള്ളവർക്ക് നന്മ ചെയ്യാനായിട്ട്, മറ്റുള്ളവരെ വിശ്വസിച്ചാക്കാൻ വേണ്ടിയിട്ട്, മറ്റുള്ള സ്വർഗം നേടിക്കൊടുക്കാനായിട്ട്. അല്ല ഇവിടെ കിടന്ന് 10 പൈസ മാസം 10 പൈസ മേടിച്ചുകൊണ്ട് അല്ലെങ്കിൽ ബാക്കി 2 ലക്ഷം 3 ലക്ഷം ആയിക്കോട്ടെ മാസം ശമ്പളം കിട്ടുന്നുണ്ടോ, അതൊക്കെ ഇന്നും ഉണ്ട്, നാളെ ഇല്ലാത്തതാണ്. അത് കൊടുത്ത് ഇല്ലാതെയായിപ്പോയി, അതൊന്നും നിലനിൽക്കുന്നതല്ല. അപ്പോൾ നിലനിൽക്കുന്ന ഒന്ന് മാത്രമേ ഉള്ളൂ, ദൈവജീവൻ, നിത്യജീവൻ. ആ നിത്യജീവൻ കൊടുക്കുന്നൊരു ഉപകരണമായിട്ട് കർത്താവിനെ വിളിക്കുകയാണെന്നുണ്ടല്ലോ, എത്ര ലക്ഷങ്ങൾ വെച്ച് നീട്ടിയാലുള്ള ഞാൻ അതിനെ ഉപേക്ഷിച്ചുകൊണ്ട് ഇതാ കർത്താവെ ഞാൻ വരുന്നു പറയുന്നു. അതിന് പകരമുണ്ടല്ലോ ഈശ്വരനെ ഇതിൽ വിളിക്കുകയാണെങ്കിൽ ഞാൻ വരും. ഇങ്ങനെയുള്ള ആ ആഗ്രഹങ്ങൾ മക്കളുടെ മനസ്സിൽ ഉണ്ടാകുമ്പോഴാണ് നാളെ നമുക്ക് ധാരാളം ജീവിതം ഉണ്ടാകുന്നത്. അക്കാര്യം തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള അവസരത്തിൽ ഞാൻ ഓർപ്പിക്കാൻ കഴിയും. അതുകൊണ്ട് ഈ അവസരത്തിൽ നിങ്ങൾ എല്ലാവരുടെയും പേരിൽ കൊച്ചിനെ ജോർജിനെ ഞാൻ അഭിനന്ദിക്കുന്നു. ജോർജ് സന്തോഷിക്കുന്ന എനിക്കറിയാം. ജോർജ് മിക്കവാറും സെലക്ഷൻ സഭയിൽ ജോൺ ബോസ്കോ സഭയിൽ നിങ്ങളായിട്ടാണ് എത്തിക്കുന്നത്. മാത്രമല്ല പ്രത്യേകമായിട്ട് ജോർജ് ഇവിടെ നമ്മുടെ രൂപതയിൽ ഈ പുനരുദ്ധരിക്കാനല്ല, വിദേശ ആഫ്രിക്കയിലെ മിഷണറി ആയിട്ട് പോകുന്ന വേണ്ടിയിട്ട് ആണ് വിശ്വസിക്കുന്നത്. നോക്കി ഘട്ടനോ മുഴുവൻ പോയി സുവിശേഷ പുസ്തകങ്ങളാണ്. അപ്പോൾ അവിടെ നമുക്ക് കൃത്യമായിട്ട് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം വിശ്വാസിക്കുന്ന പോലെ ആഫ്രിക്കയിൽ ജോലി ചെയ്യുന്നിടത്തുമല്ലോ ഈശ്വരൻ നല്ല വാർത്ത ഒത്തിരി പേരെ അറിയിക്കാനായിട്ട്, ഒത്തിരി പേരെ ആ ഈശ്വരന് ആ ശരീരം നിമിത്തം കൊടുക്കാനായിട്ട്, പാപത്തെ മോചിക്കാനായിട്ട് ഒത്തിരി പേരെ തെറ്റായിട്ടുള്ള ജീവിത സാഹചര്യങ്ങളും ഒക്കെ ഉള്ള സാഹചര്യം ഒരു പാരമ്പര്യവും മതവിശ്വാസവും ഒക്കെ ഉള്ളവരാണ്. അവിടെയൊക്കെ ഈ ലോകത്തിൻ്റെ പ്രകാശമാണ് ഈശ്വരൻ യഥാർത്ഥമായ വിശ്വാസം കാണിക്കുന്നത്, യഥാർത്ഥ രക്ഷ കാണിക്കുന്നതായിട്ട് ജോർജിന് വലിയ ഉപകരണമായിട്ട് ആശംസിക്കുന്നു. അതുകൊണ്ട് ഈ അവസരത്തിൽ സന്തോഷിക്കുന്ന സെലക്ഷൻ സഭയിലെ ആ പ്രിയക്ഷന്മാരെ ഞങ്ങൾക്ക് അവതരിപ്പിക്കുന്നു. ജോർജിന് തിരഞ്ഞെടുത്തപ്പോൾ തന്നെയാണ് ഈ മാതാപിതാക്കളെ ഈ കുടുംബത്തിൽ തിരഞ്ഞെടുക്കുകയാണ്. ഈ കുടുംബത്തിൽ ഞങ്ങളുടെ ഒരു മോനെ ഇത്രമാത്രം ഇഷ്ടപ്പെട്ടതായിട്ട് തമ്പുരാൻ തിരഞ്ഞെടുത്തിട്ട് ഈ മാതാപിതാക്കളുടെ തീർച്ചയായിട്ടും അഭിമാനിക്കാം, തീർച്ചയായിട്ടും അഭിമാനിക്കാം. അവർ ചോദിക്കുവാണ് ഒരു പക്ഷെ മനസ്സിലായിട്ടുണ്ടായിരുന്നു ഈ എൻ്റെ മനഃപ്പറ്റിയാണ് അതെല്ലാം പറയുന്നതെന്ന്. സംശയത്തിലാണ് നിങ്ങളുടെ മനഃപ്പറ്റിയെ പറഞ്ഞത്. ഈ കഴിഞ്ഞ ഉടനെ ബലിയർപ്പിക്കും, ഈശോ അർപ്പിച്ച് ബലിയർപ്പിക്കും, പാപമോചനത്തിന് ബലിയർപ്പിക്കും, നിത്യസോമത്തിന് ബലിയർപ്പിക്കും. അപ്പോൾ അവിടെ നിങ്ങളുടെ വലിയ ഭാഗ്യം വരാൻ പോവാണ്. ചുറ്റുപാടും വിശ്വഭാരം സ്വീകരിച്ചിട്ടുള്ളതാണ്. എന്നാലും നിങ്ങളുടെ സ്വന്തം മോനിൽ നിന്നും ഈശോയെ സ്വീകരിക്കുക എന്നുള്ള ആ ഭാഗ്യം, ആ മനസ്സിലൊരു മാതാപിതാക്കളുടെ മനസ്സിൽ കൊണ്ട് ഭാഗ്യം ഇവിടെ വലുതാണെന്ന് എനിക്ക് വാക്കോട്ട് പറഞ്ഞറിയിക്കാൻ പറ്റിയവരാണ് നിങ്ങളുടെ കുടുംബജീവിതം. വിവാഹ ജീവിത വലിയ ഫലം പ്രവർത്തിക്കുകയാണ്.
ദൈവസ്വീകരണം വലിയൊരു ഗുരു മറ്റേ ലോകത്തിൽ ഇതിൻ്റെ പ്രകാശമായിരിക്കുന്നതാണ്, തിളങ്ങുന്ന മാണിക്യമായിരിക്കുന്ന ആ വലിയ ഫലം നിങ്ങൾ പ്രവർത്തിക്കുകയാണ്. അത് ഞങ്ങൾ നിങ്ങളെ പ്രത്യേകം അഭിനന്ദിക്കുന്നു. അഭിനന്ദിക്കുന്നവരൊന്നും തന്നെ ഇവിടെ ഒത്തിരി കൊച്ചുമാരും കൊച്ചുമാരും കൊച്ചപ്പച്ചമാരും കൊച്ചപ്പച്ചമാരും വിദ്യാഭ്യാസമാരും ഒക്കെ ഉണ്ട്. അവരൊക്കെ ഇതൊന്നും നോക്കപ്പെടിക്കുന്നുണ്ടല്ലോ, വേറെ പലതിനും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടായിരുന്ന കാര്യമുള്ള ഇതുപോലെ ആഗ്രഹിക്കുന്നത് നിങ്ങൾ പ്രാർത്ഥിക്കുമോ? താഴെ ചോദിക്കുമോ? എനിക്ക് പോലും സംഭവങ്ങൾ അങ്ങനെ നിങ്ങൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഇത്രമാത്രം വലുതാണ് പൗരോഹിത്യം, ഇത്രമാത്രം വലിയ വലിയാണ് ഈശ്വരകരിക്കുന്ന സ്നേഹം ആ നിത്യജീവിതമാണെന്ന് മനസ്സിലാക്കുകയും അതിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ അനുദിന ജീവിതത്തിൽ ആ ദൈവത്തെ സ്നേഹത്തിനനുസരിച്ച് ജീവിക്കാനായിട്ട് ആ സഭയുടെ നിയമനുസരിച്ച് ജീവിച്ചാൽ ആ പ്രാർത്ഥനയായിരിക്കണം എന്നും ഒരു തിളങ്ങുന്ന മാണിക്യമായിട്ട് വേറെ റിസ്റ്റുമായിട്ട് എവിടെ പോയാലും ആഫ്രിക്കയിലാണ് എവിടെയാണെങ്കിലും ജോർജ് ജീവിക്കാൻ സാധിക്കുന്നത്. ആ പ്രാർത്ഥന ജോർജിനെ വാഗ്ദാനം ചെയ്യുന്നു. ഈശോയെ പോലെ ജീവിതത്തിൽ ഇഷ്ടം നിർവഹിക്കുന്ന വിശുദ്ധരായ എല്ലാ വൈദിക മാറ്റണമെന്നാണ് ആദ്യത്തിൻ്റെയാണ് വിശുദ്ധ പ്രാർത്ഥിക്കാൻ പോകുന്നത്. പ്രാർത്ഥിക്കാൻ വേണ്ടി വിശുദ്ധ കൂടി ചേർത്തു. ഈശോയുടെ വിശ്വസ്തത ഓരോ വൈദികൻ്റെയും വിശ്വസ്തയാണ്. അയ്യപ്പ സയ്യ പാരമ്പര്യം അനുസരിച്ചുണ്ടല്ലോ, മെത്രാന്മാർക്ക് നൽകിയ അധികാരം വെച്ചിട്ടുണ്ടല്ലോ, സത്യമായിട്ട് വിശുദ്ധാത്മ എഴുന്നേറ്റ് വന്നിട്ടുണ്ടല്ലോ. ആ ജോർജിനെ ഈശോയായിട്ട് ഉപയോഗിക്കുകയാണ്. ആ നിമിഷം ഭക്തിയോടുകൂടി നന്ദിയോടി ഓർക്കാം. ഈ മാറ്റം വരും ജോർജിൽ ഈ മാറ്റം സംഭവിക്കാനായിട്ട്, ഈ മാറ്റപ്പെട്ട ജോർജ് ഇന്നും വേറെ ക്രിസ്തുവായിട്ട് ജീവിക്കാനായിട്ട്, നല്ല വാർത്തറിയിക്കുന്നതായി തീരാനായിട്ട്, പാപത്തിന് വേണ്ടിയിട്ട് ഈശ്വരപ്പിച്ച് വിധിയർപ്പിക്കുന്നതായി തീരുന്നുണ്ട്. ജോർജിൽ ഇരുന്ന എല്ലാ കഴിവുകളും മറ്റുള്ളവരോട് പങ്കുവെച്ചുകൊണ്ട് മറ്റുള്ളവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ എല്ലാത്തിനും സ്വന്തം ജീവനെ പോലും സമർപ്പിച്ച ഈശോയെ അംഗീകരിക്കാൻ ജോർജിന് സാധിക്കട്ടെ ആശ്രയിക്കുന്നു. നേരത്തെയും പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ രക്ഷകനും പരിപാലകനും സകലത്തിന്റെയും കാരണവുമായ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തലവനായ ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് മാർ ബെനഡിക്ട് പാപ്പായുടെയും ഞങ്ങളുടെ സഭയുടെ തലവൻ പിതാവുമായ മാർ ഗീവർഗീസ് മെത്രാപ്പൊലീത്തായുടെയും ഞങ്ങളുടെ മേലധ്യക്ഷ പിതാവുമായ മാർ ജോർജ് മെത്രാപ്പൊലീത്തായുടെയും അവരുടെ സഹോദരങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ബ്രഹ്മചര്യ വഴി സമ്പൂർണ്ണമായ അങ്ങേക്ക് ആത്മാർപ്പണം ചെയ്യുവാനും ദരിദ്രനായി തീർന്ന അങ്ങയെ അനുകരിച്ച് ലളിത ജീവിതം നയിക്കുവാനും മാർപ്പാപ്പയ്ക്കും മെത്രാന്മാർക്കും വിധേയനായി സുഭാസനങ്ങൾ അനുഷ്ഠിക്കുവാനും ലോകത്തിനും അങ്ങേക്ക് സാക്ഷ്യം വഹിക്കുവാനും ഈ സഹോദരന് വേണ്ടി ഞങ്ങൾ അർപ്പിക്കുന്ന പ്രാർത്ഥന കൈക്കൊള്ളണമേ. ഈ ദാസന്റെ പാപങ്ങൾക്ക് വിവാദങ്ങൾക്കും വിളക്കും വഴികളിൽ പ്രകാശമായിരിക്കണമേ. സഭാശുശ്രൂഷയിൽ ആനന്ദം കണ്ടെത്തുവാനും അങ്ങയുടെ വിശ്വസ്തതയിൽ മരണം വരെ ഉറച്ചു നിൽക്കുവാനും ഇയാൾക്ക് കൃപ നൽകണമേ. പിതാവും പരിശുദ്ധാത്മാവുമായി സർവേശ്വര എന്നേക്കും. സ്വർഗ്ഗത്തിൽ വസിക്കുന്നവനെ ഞങ്ങളുടെ പക്കലേക്ക് ഞാൻ കണ്ണുയർത്തുന്നു. 122 സങ്കീർത്തനമാണ് അടുത്തു വരുന്ന പ്രാർത്ഥന പ്രാർത്ഥനയിൽ നാം ചൊല്ലുന്നത്. കർത്താവേ, നിന്റെ ശുശ്രൂഷകളിൽ ധാരാളമായി കൃപ വർഷിക്കണമേ എന്നുള്ള പ്രാർത്ഥനയാണ് ഇവിടെ നടക്കുന്നത്. ദാസന്മാരെ നാഥനോടെയും ദാസികളെയും ഞങ്ങളുടെ ദൈവമായ കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കർത്താവേ, ഞങ്ങളുടെ കരുണമേ, ഞങ്ങളുടെ അപമാനം സഹിച്ചുമെടുത്ത് ഞങ്ങളുടെ ആത്മാവ് ശുശ്രൂഷിക്കുവാൻ ഇയാൾക്ക് കൃപയേകണമേ. വിശുദ്ധാസിയായ രക്ഷിക്കപ്പെട്ട ജനത്തെ അങ്ങയുടെ സ്തുതിയുടെ സ്വരം കേൾപ്പിക്കുവാൻ ഇയാളെ പ്രാപ്തനാക്കണമേ. സജീവവും ജീവദായകമായ അങ്ങയുടെ അടയാളത്താൽ മുദ്രിതരായ അധികരണത്തെ അങ്ങയുടെ അത്ഭുതങ്ങൾ അറിയിക്കുവാൻ ഇയാളെ ശക്തനാക്കണമേ. ആധ്യാത്മികങ്ങളുടെ നാളാവും വിശുദ്ധാത്മകമായ സർവേശ്വരായിരിക്കും. പൗരോഹിത്യം പരിശുദ്ധാത്മാവിന്റെ ദാനമാണ്.
പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ടവർക്കല്ലാതെ മറ്റാർക്കും ഈ കൃപ ലഭിക്കില്ലെന്ന് തിരുവചനം സാക്ഷിക്കുന്നു. മിശിഹായുടെ വിലയർപ്പിക്കുവാൻ, സ്നേഹത്തിന് വിലയാകാൻ, ദുഃഖിതരെ പരിരക്ഷിക്കാൻ എന്നിങ്ങനെ പുരോഗതി അനുഷ്ഠിക്കേണ്ട വിവിധ കർത്തവ്യങ്ങളെ അനുസ്മരിപ്പിച്ചുകൊണ്ട് അവയുടെ സമ്പൂർണവും പരിശുദ്ധവുമായ നിർവഹണത്തിനായി പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങൾ സമൃദ്ധമായി നൽകണമേ എന്ന് ആരാധനാ സമൂഹം ഏകസ്വരത്തിൽ തീക്ഷ്ണമായി പ്രാർത്ഥിക്കുന്നു. അധികാരചനകളോടെ കാർമികൻ പുരോഹിതാർത്ഥിയെ സമീപിക്കുന്നു. പുരോഹിതാർത്ഥി ഇരുമുട്ടുകളും കുത്തി കൈകൾ യാചനാരൂപത്തിൽ ഉയർത്തിപ്പിടിച്ചു നിൽക്കുന്നു. രണ്ടു മുട്ടുകൾ കുത്തുന്നത് രണ്ട് ദാനങ്ങൾ അഥവാ രണ്ട് നാണയങ്ങൾ സ്വീകരിക്കുന്നു എന്ന് സൂചിപ്പിക്കുവാനാണ്. ബലിയർപ്പിക്കുക, പാപവിമോചകമായ മാമോദീസ നൽകുക എന്നീ രണ്ട് പുരോഹിത കർത്തവ്യങ്ങളെയാണ് രണ്ട് നാണയങ്ങൾ സൂചിപ്പിക്കുന്നത്. കരങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നത് പരിശുദ്ധാത്മാവിനെ വിളിക്കുവാനും ആശീർവദിക്കുവാനും ആധ്യാത്മിക സന്താനങ്ങളെ ജനിപ്പിച്ച് അവരെ ദിവ്യഭോജനം നൽകി വളർത്തുവാനും അധികാരവും കൃപാവരവും ലഭിക്കുന്നു എന്ന് കാണിക്കുവാനുമാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. പിതാവായതിന്റെ സമീതിയോടും ശക്തിയോടും കൂടി എപ്പോഴും നമ്മോടൊത്തുണ്ടായിരിക്കട്ടെ. ഭയഭക്തിജനകമായ ഈ ശുശ്രൂഷ ബലഹീനായ എന്റെ കരങ്ങൾ വഴി നമ്മുടെ രക്ഷയ്ക്കായി അവിടുന്ന് പൂർത്തിയാക്കുകയും ചെയ്യട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. പട്ടമകൾ ശുശ്രൂഷയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്ത് നാം എത്തിക്കഴിഞ്ഞു. തുടർന്ന് നടക്കുന്ന രണ്ട് കൈവപ്പ് പ്രാർത്ഥനകളോടുകൂടി നാം ഏവർക്കും പ്രിയങ്കരനായ സംസാരം ജോർജ് ചെമ്മലപ്പണി മിശിഹായുടെ പുരോഹിതനായി നിയോഗിതനാവുകയാണ്. തനിക്ക് ലഭിച്ചിരിക്കുന്ന ശ്ലൈഹിക അധികാരം ഉപയോഗിച്ച് സഭയിൽ വൈദികനാകുവാൻ താൻ സമർപ്പിക്കുന്ന ഈ വ്യക്തിയെ പരിശുദ്ധാത്മാവിന്റെ ആവാസത്താൽ പൗരോഹിത്യ ശുശ്രൂഷയുടെ നിർവഹണത്തിന് പരിപൂർണനാക്കണമേ എന്ന് കാർമികൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ദൈവമേ, കൃപാപൂർണനായ ഞങ്ങളുടെ രാജാവേ, ഔന്നീയമായ അങ്ങയുടെ കാരുണ്യത്താൽ അങ്ങയുടെ വിശുദ്ധ സഭയിൽ ദൈവികദാനങ്ങളുടെ മധ്യസ്ഥനായി അങ്ങ് എന്നെ നിയോഗിച്ചിരിക്കുന്നു. ഇത് അങ്ങയുടെ വിശുദ്ധ ശുശ്രൂഷകർക്ക് ആധ്യാത്മിക ശുശ്രൂഷയുടെ നാണയങ്ങൾ അങ്ങയുടെ നാമത്തിൽ ഞാൻ നൽകുന്നതിന് വേണ്ടിയാണല്ലോ. കർത്താവേ, പുരോഹിത ശുശ്രൂഷയുടെ കയ്യേപ്പ് വഴി ഞങ്ങൾക്ക് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന സ്ലൈഹിക പാരമ്പര്യമനുസരിച്ച് അങ്ങയുടെ സഭയിൽ തിരഞ്ഞെടുക്കപ്പെട്ട പുരോഹിതനായി തീരുന്നതിന് ഈ ദാസനെ അങ്ങയുടെ മുമ്പിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ കൃപാവരം ഇയാളുടെ മേലിറങ്ങി വന്ന് അങ്ങയുടെ ഏകജാതനിയാലും നിഗ്രഹത്താലും ഇയാൾക്ക് ഏൽപ്പിക്കപ്പെടുന്ന
പുരോഹിത ശുശ്രൂഷയുടെ നിർവഹണത്തിനായി ഇയാളെ പരിപൂർണനാക്കട്ടെ. അങ്ങേക്കും അങ്ങയുടെ പ്രിയപുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയും ബഹുമാനവും തുല്യതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. കർത്താവിന്റെ ഭൗതിക ശരീരമായ സഭയിലെ ജനത്തിന് വേണ്ടിയാണ് പുരോഹിതൻ അപേക്ഷിതനാകുന്നത്. അതുകൊണ്ട് വൈദികാർത്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ അർക്കതയാക്കുവാൻ വിശ്വാസികളുടെ സമൂഹത്തോട് നടത്തുന്ന അഭ്യർത്ഥനയാണ് തുടർന്ന് നടക്കുന്നത്. അത്യുന്നതങ്ങളിലേക്ക് നിങ്ങൾ കണ്ണുകൾ ഉയർത്തി കാരുണ്യവാനായ ദൈവത്തോട് അനുഗ്രഹം വിചാരിക്കുവാൻ. ദൈവത്തിന്റെ സഭയിൽ പുരോഹിതനായി പട്ടം നൽകപ്പെടുവാൻ നിയുക്തനായിരിക്കുന്ന ജോർജ് ചുമരപ്പള്ളി സംസ്ഥാനയ്ക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുവാൻ. പട്ടം നൽകൽ ശുശ്രൂഷയിലെ രണ്ടാമത്തെ കയ്യൊപ്പ് പ്രാർത്ഥനയാണ് അടുത്തതായി നടക്കുവാൻ പോകുന്നത്. കർത്താവേ, സർവശക്തനായ ദൈവമേ, ആകാശത്തിന്റെയും ഭൂമിയുടെയും നവീകരണത്തിന്റെയും സൃഷ്ടാവേ, അങ്ങ് സഭയെ തിരഞ്ഞെടുക്കുകയും വിശുദ്ധരുടെ തികവിനും ശുശ്രൂഷയുടെ നിർവഹണത്തിനും സഭാഗാത്രത്തിന്റെ നിർമ്മിതിക്കുമായി അതിൽ പ്രവാചകന്മാരെയും സ്ത്രീഹന്മാരെയും പ്രബോധകന്മാരെയും പുരോഹിതന്മാരെയും നിയോഗിക്കുകയും ചെയ്തുവല്ലോ. സൈന്യങ്ങളുടെ കർത്താവായ ദൈവമേ, സർവലോക രാജാവേ, അങ്ങയുടെ ദാസനെ തൃക്കൺപാർക്കണമേ. വിശുദ്ധാവാസം വഴി ഈ ദാസനെ വിശുദ്ധമായ തിരഞ്ഞെടുപ്പിലൂടെ വേർതിരിക്കുകയും സ്വീകരിക്കുകയും ചെയ്യണമേ. സത്യത്തിന്റെ വചനം പ്രസംഗിക്കുന്നത് വേണ്ട വരം ഇയാൾക്ക് നൽകണമേ. കർത്താവേ, ശക്തനായ ദൈവമേ, രോഗികളുടെ കൈവച്ചവരെ സുഖപ്പെടുത്തുന്നതിനും സഭയിൽ അങ്ങേക്ക് പ്രാർത്ഥനയും പുണ്യതാപനയും അർപ്പിച്ചുകൊണ്ട് പരമാർത്ഥതയോട് നിർമ്മാണ സാക്ഷിയോടും കൂടി അങ്ങയുടെ വിശുദ്ധമതഹായി ശുശ്രൂഷിക്കുന്നതിന് കഥാവായ അങ്ങയുടെ പുത്രസ്വീകാര്യത്തിന്റെ ഭാഗഭാഗ്യത്തിന് വിളിക്കപ്പെട്ടിരിക്കുന്നവരുടെ നിഗൂഢമായ ജനനത്തിനു വേണ്ടി പാപമാതികമായ മാമോദീസാപ്പെട്ടി അങ്ങയുടെ കാലത്തിന്റെ ശക്തിയാൽ ആസ്വദിക്കുന്നതിനും അങ്ങയുടെ ജനത്തിന് പാപമോചനം നൽകുന്നതിനും സഭയുടെ നാമത്തിൽ വിവാഹം ആസ്വദിക്കുന്നതിനും അങ്ങയുടെ വിശുദ്ധ നാമത്തിന് സ്തുതിക്കായി വിശുദ്ധസഭയുടെ സന്താനങ്ങളെ പുണ്യപ്രവർത്തികൾ കൊണ്ട് അനുഗ്രഹിക്കുന്നതിനും അങ്ങയുടെ തിരുമുമ്പിൽ ഇയാൾ ചെയ്യുന്ന നിർമ്മല ശുശ്രൂഷയ്ക്ക് പ്രതിഫലമായി ഒരാളിരിക്കുന്ന ലോകത്തിൽ പ്രസന്നവതനായിരിക്കുന്നതിനും അങ്ങയുടെ ഏകാന്തതയും അനുഗ്രഹവും വഴി അങ്ങയുടെ മുഖത്തിന്റെ ഭയഭക്തിജനകമായ സിംഹാസനത്തിന് മുമ്പാകെ പ്രത്യാശപൂർവ്വം നിൽക്കുന്നതിനും വേണ്ടി ഈ ആളെ പുരോഹിതനിലേക്ക് തിരഞ്ഞെടുക്കണമേ. അങ്ങേക്കും അങ്ങയുടെ പ്രിയപുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയും ബഹുമാനവും സ്തുതിമരാധന്യങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ശ്ലൈഹികമായ കയ്യൊപ്പ് വഴി സംസ്ഥാന ജോർജ് ചെമ്മരപ്പള്ളി മിശിഹായുടെ പൗരത്വത്തിൽ പങ്കുചേർന്നുകൊണ്ട് വൈദികനായി തീർന്നിരിക്കുന്നു. ഇതുവരെ ധരിച്ചിരുന്ന സംസ്ഥാനയുടെ ഔദ്യോഗിക വസ്ത്രങ്ങൾ മാറ്റി തലസ്ഥാനത്ത് പുരോഹിതന്റെ തിരുവസ്ത്രങ്ങൾ അഭിവേദ്യ പിതാവ് അദ്ദേഹത്തെ അണിയിക്കുന്നു. ധരിച്ചിരിക്കുന്ന കുത്തീന സത്യജ്ഞാനം വഴി ക്രിസ്തുവിൽ നവീകരിക്കപ്പെട്ട പുതിയ മനുഷ്യനായി തീർന്നതിന്റെ അടയാളമായി അതിനു മുകളിൽ ധരിക്കുന്ന സൂനാറായ നാരക്കറ്റ് കർത്താവിന്റെ ശുശ്രൂഷയിൽ എന്നും പൂർണ്ണ വിശുദ്ധിയോടെ നിലനിൽക്കുവാൻ ശുദ്ധതയാകുന്ന സുഹൃതം കൊണ്ട് ബന്ധിക്കുന്നതിന്റെ അടയാളമായി നിലകൊള്ളുന്നു. കഴുത്തിന് ചുറ്റും ധരിക്കുന്ന ഊറാറ പരിസ്ഥിതിയുടെയും നിർമ്മലതയുടെയും പ്രതീകവും പൗരോഹിത ശുശ്രൂഷയുടെയും അധികാരത്തിന്റെയും ഏറ്റവും സവിശേഷമായ അടയാളവുമാണ്. ഏറ്റവും പുറമേ ധരിക്കുന്ന കാപ്പ നീതിയുടെ വസ്ത്രം എന്നാണ് അറിയപ്പെടുന്നത്. സ്വർഗീയ മഹത്വത്തെയും ദൈവിക പരിശുദ്ധിയെയും ദ്യോതിപ്പിക്കുന്ന കാപ്പ നീതിസൂര്യനായ മിശിഹായുടെ പൗരോഹിത്യത്തിൽ പങ്കുകാരനാണ് പുരോഹിതൻ എന്ന് വ്യക്തമാക്കുന്ന അടയാളവുമായി നിലകൊള്ളുന്നു. ന്യായയോടും തീഷ്ണതയോടും വിശുദ്ധിയോടും കൂടി തന്നെ പ്രീതിപ്പെടുത്തുവാൻ
കർത്താവായ ദൈവം നീതിയുടെ വസ്ത്രം എന്നേക്കുമായി നിന്നെ ധരിപ്പിക്കട്ടെ. വിശ്വാസ ജീവിതത്തിന്റെ സത്യകേന്ദ്രമായി നിലകൊള്ളുന്നതാണ് വിശുദ്ധ ഗ്രന്ഥം. ദൈവവചനം പ്രസംഗിക്കുന്നതിനും പഠിപ്പിക്കുന്നതിനും അധികാരപ്പെടുത്തുന്നതാണ് പൗരോഹിത്യം. ഇത് സൂചിപ്പിക്കുവാൻ അഭിവേദ്യ പിതാവ് നവവൈദികന് വിശുദ്ധ ഗ്രന്ഥം നൽകുന്നു. തുടർന്ന് നവവൈദികന്റെ നെറ്റിയിൽ റൂസ്മ ചെയ്യുകയും തനിക്കുള്ള സ്നേഹവും വാത്സല്യവും പ്രകടമാക്കുവാൻ അഭിവേദ്യ പിതാവ് നവവൈദികന്റെ ശിരസിൽ ചുംബിക്കുകയും ചെയ്യുന്നു. വഴിയും സത്യവും ഇവരുമായ സുവിശേഷം നീ പ്രഘോഷിക്കുക. സുവിശേഷത്തിന്റെ ഈശോ നിന്റെ ശക്തി കേന്ദ്രവും ഈശോയുടെ സുവിശേഷം നിന്റെ ജീവിത നിയമവുമായിരിക്കട്ടെ. തിരുസഭയിൽ പൗരോഹിത്യ നിർവഹണത്തിനായി ജോർജ് പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ എന്നേക്കുമായി വേർതിരിക്കപ്പെടുകയും വിശദീകരിക്കപ്പെടുകയും പൗത്രീകരിക്കപ്പെടുകയും പരിപൂർണ്ണമാക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു. ദൈവം കാണിച്ച ഈ അതിരുടെ സ്നേഹത്തിന് അവിടുത്തേക്ക് സ്തുതിയും കൃതജ്ഞതയും അർപ്പിക്കുകയും ഈ മഹാദാനം സ്വീകരിച്ച വ്യക്തി ദൈവാലയങ്ങളും നിരന്തരമായി വർഷിക്കണമെന്ന് പ്രാർത്ഥിക്കുകയുമാണ് അടുത്തു വരുന്ന പ്രാർത്ഥനാ കാലത്തിലൂടെ. കരുണാസമ്പന്നനായ ദൈവം ജോർജനെ തന്റെ ബലിപീഠത്തിലെ ശുശ്രൂഷകനായി തിരഞ്ഞെടുത്തിരിക്കുന്നു. തന്റെ സമ്പൂർണ്ണ സമർപ്പണം പ്രകടമാക്കുവാൻ നവവൈദികൻ അർഹതയാക്കുവാൻ നയിക്കപ്പെട്ട് ആദ്യം ബലിപീഠത്തിന്റെ വലതുവശവും പിന്നീട് ഇടതുവശവും ചുംബിക്കുന്നു. തുടർന്ന് അഭിവേദ്യ പിതാവിന് മുൻപിൽ മുട്ടുകുത്തി അദ്ദേഹത്തിന്റെ കരം ചുംബിക്കുകയും ആശീർവാദം സ്വീകരിക്കുകയും ചെയ്യുന്നു. തന്റെ ശുശ്രൂഷയ്ക്കായി നിന്നെ സ്വീകരിച്ച മിശിഹ നീതിയുടെ സേവനത്തിനായി നിന്നെ എന്നേക്കും പൂർണ്ണനാകട്ടെ.
ഇതാ ഏറ്റവും സന്തോഷകരമായ ഒരു മുഹൂർത്തം. തിരുസഭയെ ഒരു പുരോഹിതൻ കൂടി ഇന്ന് അഭിഷിക്തനായിരിക്കും. ഇവിടെ സന്നിഹിതരായ വൈദികഗണം തങ്ങളുടെ കൂട്ടായ്മയിലേക്ക് പുതുതായി ചേർക്കപ്പെട്ട തങ്ങളുടെ പ്രിയപ്പെട്ട കുഞ്ഞലിന് സ്നേഹപരമായ അഭിനന്ദനങ്ങളും പ്രാർത്ഥനാപരമായ ആശംസകളും അർപ്പിക്കുന്ന ഹൃദയഹാരിയായ രംഗത്തിന് നാം സാക്ഷ്യം വഹിക്കുകയാണ്. ബഹുമാനപ്പെട്ട വൈദികർ മാത്രം അനുമോദന ചുംബനത്തിനായി നൊമ്പരങ്ങളിൽ സാന്ത്വനം മാത്രം ഒറ്റപ്പെടുമ്പോൾ സാഹോദര്യത്തിന്റെ കരം നീട്ടാം എന്ന വാഗ്ദാനങ്ങളുമായാണ് ഓരോ വൈദികരും ജോർജ് അച്ഛന് സ്നേഹചുംബനം അർപ്പിക്കുന്നത്. പുരോഹിതഗണവും ദേവജനവും ഒരുമിച്ച് ആഹ്ലാദിക്കുന്ന ഈ നിമിഷം നമുക്ക് അഭിനന്ദ പിതാവിനോട് ചേർന്ന് ഒരു പുരോഹിതനെ കൂടി നൽകി തന്റെ ജനത്തെ കടാക്ഷിച്ചനുഗ്രഹിച്ച സ്വർഗീയ പിതാവിന് നന്ദി പറയാം. ആകാശത്തിലും ഭൂമിയിലും മനുഷ്യരിൽ നിന്ന് ആരാധനയും മഹത്വവും അംഗീകരിക്കുമ്പോഴട്ടെ. ഞങ്ങളുടെ ആയുഷ്കാലബോധനും ഞങ്ങളുടെ വംശത്തെ സ്വന്തമാക്കുന്നവരും അങ്ങാകുന്നു. പിതാവുന്നതിനും വിശുദ്ധാത്മാവുമായ ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ ദൈവമേ, ഞങ്ങളുടെ ജീവിതകാലം മുഴുവനും നന്മയോടും വിശുദ്ധിയോടുകൂടെയും നേരെയും ശുശ്രൂഷ ചെയ്യുവാൻ ഞങ്ങളുടെ മനസ്സാക്ഷിയെ പോത്തിരിക്കുകയും ബലഹീനങ്ങളെ ശക്തിപ്പെടുത്തുകയും ചെയ്യണമേ. പിതാവുന്നതിനും വിശുദ്ധാത്മാവുമായ സർവേശ്വരനേക്കും. കർത്താവേ, സർവ്വവിശുദ്ധരുടെ അപേക്ഷകളാൽ സകലനന്മയും കൃപയും നിറഞ്ഞ അങ്ങയുടെ വിശുദ്ധ ഭവനത്തിൽ നിന്ന് അങ്ങയുടെ അനുഗ്രഹങ്ങളുടെയും കാരുണ്യത്തിന്റെയും സഹായവും ആരാധ്യമായ ചിത്രത്തിന്റെ കൂട്ടവും സുചരവുമായ ശക്തിയും അങ്ങയുടെ ദൈവീയമായ ആരാധനകളിൽ ചൊരിയണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. കർത്താവേ, വലിയ സ്വീകാര്യമായ പുരുഷന്റെ ശക്തിയും ദിവ്യസഹായവും ഞങ്ങൾക്ക് ലഭിക്കുമാറാകട്ടെ. പരിശുദ്ധ കന്യകയും അനുഗ്രഹീത മാതാവും കൃപാപൂർണയും ഭാഗ്യവതിയുമായ മറിയത്തിന്റെ പ്രാർത്ഥനയും നീതിമാനായ യോസേഫിന്റെയും സ്നാപയോഹന്നാന്റെയും അപേക്ഷയും എപ്പോഴും ഞങ്ങൾക്ക് സഹായകമായിരിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. സർവ്വത്തിന്റെയും നാഥനായ ദൈവം തന്നതമായ കൃപയാൽ നിന്നെ പരിപൂർണനാകട്ടെ. തന്റെ ഭവനത്തെ ഭരിക്കുന്നതിന് അവിടുന്ന് നിന്നെ ശക്തനാകട്ടെ. ഒരു ഹൃദയത്തിന്റെ മകരീയത്തിൽ പതിച്ചിരിക്കുന്ന നിന്റെ ഹൃദയം എന്ന് വിശുദ്ധിയിൽ സംരക്ഷിക്കപ്പെടട്ടെ. തന്റെ ഭവനത്തിൽ വസിക്കുന്നവരെ അവിടുത്തെ തിരുവിഷ്ണുവനുസരിച്ച് ശുശ്രൂഷിക്കുവാൻ നിനക്ക് സാധിക്കട്ടെ. നിനക്ക് നൽകപ്പെട്ടിരിക്കുന്ന കാലത്തുകൾ വധിച്ചു കഴിയുമ്പോൾ അവിടുത്തെ പ്രത്യാഗമനത്തിന്റെ മഹനീയ ദിനത്തിൽ അവയുടെ മേൽ നിന്നെ അവിടുന്ന് അധികാരപ്പെടുത്തുകയും ചെയ്യട്ടെ. ഒരു ഹൃദയത്തിലേക്കുള്ള വെടി തിരിച്ചറിയുവാൻ നിന്നെ സഹായിച്ച എല്ലാവരെയും, പ്രത്യേകിച്ച് മാതാപിതാക്കളെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ തിരുക്കണത്തിൽ പങ്കെടുത്ത എല്ലാവരെയും നിർണായക ദൈവം കൃപാവരങ്ങൾ കൊണ്ട് നിറയ്ക്കട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നിങ്ങൾ ലോകത്തിന്റെ പ്രകാശമാകുന്നു എന്ന ക്രിസ്തുവിന്റെ വാക്കുകൾ ഹൃദയത്തിലേക്ക് വാങ്ങി സ്വയം കത്തിയിരിന് ചുറ്റും പ്രകാശം വരുത്തുന്നതായി തിരുപോലെ ദൈവത്തിനും ദൈവജനത്തിനുമായി എഴുതി തിരുവാനുള്ള നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.